Hi all, today we are with the next topic operators and operands. Yeah, you're familiar with operators and operands, right? See, you can see one example C equal to A plus B. ഇവിടെ പറഞ്ഞ ഇതിൽ ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെ ഓപ്പറൻസ് ആ കാണുന്ന സിമ്പിൾസ് ഇല്ലേ ഈക്വൽ സിമ്പിൾ പ്ലസ് സിമ്പിൾ ആ രണ്ടെണ്ണമാണ് എന്ത് ഓപ്പറേറ്റേഴ്സ്. സോ ഹിയർ ദ ഓപ്പറേറ്റേഴ്സ് ആർ ഈക്വൽ ആൻഡ് പ്ലസ് ആൻഡ് ദ റിമൈനിങ് സി എ ആൻഡ് ബി ആ വേരിയബിൾസിനെ പറയുന്നതാണ് എന്ത് ഓപ്പറൻസ്. അപ്പോൾ ഈ മൊത്തത്തിൽ അതായത് ഓപ്പറേറ്റേഴ്സും ഓപ്പറൻസിൻ്റെയും കോമ്പിനേഷനിൽ നമ്മളൊരു സംഭവം എഴുതുകയാണെങ്കിൽ ഈ മൊത്തത്തിൽ ഇതിനെ പറയുന്നൊരു പേരുണ്ട്. എന്താണത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എക്സ്പ്രഷൻ. Hope it is clear, right? So what is expression? Expression means it is a combination of operators and operands, and we can learn the operators in detail. Okay. See here, which are different types of operators available in your Python programming language? Yeah, the first one is arithmetic, second one is assignment, then relational. See, relational പറയുന്ന വേറൊരു പേരാണ് കമ്പാരിസൺ ഓപ്പറേറ്റർ. ഓക്കെ, സോ റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, ഐഡൻറ്റിറ്റി, ബിറ്റ് വൈസ് ആൻഡ് മെമ്പർഷിപ്പ്. Let me repeat once again, which are the operators available in your Python programming? Arithmetic, assignment, relational, logical, identity, bitwise and membership. See the last three, that means identity, bitwise and membership, we can learn it later, and now you have to be thorough with first four things, which are the arithmetic, assignment, relational and logical. ഇതെല്ലാം നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ ഓരോ പ്രാവശ്യം യൂസ് ചെയ്തതാണ്. പക്ഷെ നമുക്കത് ഏത് കാറ്റഗറിയിൽ പെടുന്ന ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്കത് ഒന്ന് എടുത്ത് പറയാം. സോ ഇൻ ദ കേസ് ഓഫ് അരിത്മെറ്റിക് ഓപ്പറേറ്റർ, ഗിവ് യു ദ എക്സാമ്പിൾസ് ഓഫ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, വെയിറ്റ്. Here you can see the examples coming under arithmetic operators. First one is plus. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കേസാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5+2 എന്ന് കൊടുത്ത റിസൾട്ട് രണ്ടും കൂടി സം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. ആൻസർ വിൽ ബി 7. മൈനസ് മീൻസ് സബ്ട്രാക്ഷൻ. 5 - 2 is 3. സ്റ്റാർ മീൻസ് 5 * 2 is 10. ആൻഡ് ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഒരു സ്ലാഷും രണ്ട് സ്ലാഷും ഉണ്ടല്ലേ. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ സ്ലാഷ് ആൻഡ് ഡബിൾ സ്ലാഷ്? 10/2 means actually the answer will be 5.0. That means decimal point will be taken. But 10/2 means it will take only the integer part. അതാണ് ഡിഫറൻസ് കേട്ടോ. ഇൻറ്റിജർ ഡിവിഷനാണ് ഇത് 5 എന്നുള്ള ആൻസർ ഇവിടെ കിട്ടുള്ളൂ. ആൻഡ് ഡബിൾ സ്റ്റാർ, ഇവിടെ സിംഗിൾ സ്റ്റാർ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ പറഞ്ഞു. ഡബിൾ സ്റ്റാറിന് എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10⁻²2 എന്ന് എഴുതുന്നതിന് പകരം 10⁻²2 എന്ന് എഴുതാം. സോ ദ ആൻസർ വിൽ ബി 10 × 10. ദറ്റ് മീൻസ് 10 will be multiplied this much of time. So 10 × 10, not 10 × 2, it is 10 × 10. Answer will be 100. പെർസെൻറ്റേജ് അല്ലെങ്കിൽ മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയുക. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10 നെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 10 നെ 2 ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് റിമൈൻഡർ, ഇതിനെയാണ് റിമൈൻഡർ എന്ന് പറയുക. ഈ റിസൾട്ട് ഇതാണ് എന്ത് പറയുക, മോഡുലസ് ഓപ്പറേറ്റർ. ഇഫ് യു ആർ യൂസിങ് ദ മോഡുലസ് ഓപ്പറേറ്റർ ബിറ്റ്വീൻ 10 and 2, ആൻസർ വിൽ ബി 0. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 10⁻²2 മീൻസ് 10⁻²2 എന്ന് പറയുന്നതാണ്. 10 × 10, അതായത് 10 × 2 അല്ല, 10 എന്നുള്ള നമ്പർ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആൻസർ വിൽ ബി 100. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ, റൈറ്റ്? സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ഓപ്പറേറ്റർ. So the next operator is assignment operator. നമുക്കറിയാം assignment operator ആകെ ഒന്നേ ഉള്ളൂ, equal symbol. That means if you want to assign something to another variable, the operator you are using here is equal. ഇവിടെ നമ്മൾ for example you can see a equal to 5. a equal to 5 എന്ന് പറയുമ്പോൾ 5 എന്നുള്ളൊരു വാല്യൂ a എന്നുള്ള വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം. Here 5 is a value and a is a variable. b equal to means that we are assigning 2 to variable b. c equal to a plus b means you are assigning the sum of a plus b. The result will be saved to c. So in these three lines we are using the equal symbol as an assignment operator, right? ഇനി വേറൊരു കേസ് കൂടി ഉണ്ട് നമുക്ക്. ഫോർ എക്സാമ്പിൾ ഹിയർ യു ക്യാൻ കൺസിഡർ വൺ എക്സാമ്പിൾ d equal to 1. d ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഒരു നമ്പർ വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ എന്താ കൊടുക്കുക? d equal to 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, എത്ര ആയിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് 1 തന്നെ ആകുമ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഇവിടെ ഞാൻ 3 എന്ന് കൊടുക്കാം. d equal to 3. If I want to increase d by 1, സോ നമ്മൾ എന്താ കൊടുക്കുക? d equal d plus 1 എന്ന് കൊടുക്കുക അല്ലേ. ഇങ്ങനെ എഴുതുന്നതിന് പകരം ഷോർട്ടായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, d plus equal to 1. d plus equal to 1 ൻ്റെ അർത്ഥം d equal to d plus 1 ആണ്. അതേപോലെ സപ്പോസ്
എ ബൈ ഈക്വൽ ടു 2. ഇതിൻ്റെ അർത്ഥം എന്താ അറിയോ? എ ഈക്വൽ ടു എ ബൈ 2, അല്ലെങ്കിൽ എ മൈനസ് ഈക്വൽ ടു 3 പറഞ്ഞു കഴിഞ്ഞാൽ എ ഈക്വൽ ടു എ മൈനസ് 3 എന്നതിന് തുല്യമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഷോർട്ടായിട്ട് ഇങ്ങനെ രണ്ട് രീതിയിൽ എഴുതിയാലും കുഴപ്പമില്ല, ആൻസർ സെയിം തന്നെയാണ്, പ്രോസസ്സും എല്ലാം സെയിം തന്നെയാണ്. നമുക്കൊന്ന് ഒന്ന് ഷോർട്ടാക്കിയിട്ട് എഴുതാൻ തോന്നിയാൽ അങ്ങനെ എഴുതാം. ബിക്കോസ് ഇൻ സം ഓഫ് ദ പ്രോഗ്രാം യു ക്യാൻ സീ ദ ഷോർട്ട് കട്ട് ലൈക്ക് ദിസ്. സോ മേ ബി ദാറ്റ് ടൈം യു മേ ബി കൺഫ്യൂസ്ഡ് വാട്ട് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്, നോ. സോ ദാറ്റ് ഷുഡ് നോ വാട്ട് ഇറ്റ് ഈസ്, അത്രയേ ഉള്ളൂ. രണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പ്രത്യേകിച്ച് ഇതിൽ നിങ്ങൾക്ക് അറിയേണ്ട ഒരേ ഒരു കാര്യം അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ മീൻസ് ഈക്വൽ സിമ്പിൾ, ദാറ്റ് ഈസ് ഇനഫ്. ഓക്കെ. സോ ദ നെക്സ്റ്റ് വൺ ഈസ് റിലേഷണൽ ഓപ്പറേറ്റർ. റിലേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, രണ്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ഫോർ എക്സാമ്പിൾ 5 ഗ്രേറ്റർ ദാൻ 2, കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ, ആൻസർ വിൽ ബി ട്രൂ. സോറി, സിമ്പിൾ മാറിപ്പോയതാണ്. 5 ലെസ് ദാൻ 2, ആൻസർ വിൽ ബി ഫാൾസ്. 5 ഗ്രേറ്റർ ദാൻ 2 അങ്ങനെയാണെങ്കിൽ ആൻസർ ട്രൂ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ 5 2നേക്കാൾ ചെറുത് അല്ലെങ്കിൽ ഈക്വൽ ആവാം. രണ്ടും കണ്ടീഷൻ ശരിയല്ല, അപ്പോൾ അതുകൊണ്ട് ഫോൾസ് ആണ്. ഇവിടെ 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 പറയുമ്പോൾ ഒന്നെങ്കിൽ 5 ഗ്രേറ്റർ ആയിരിക്കണം അല്ലെങ്കിൽ 2നോട് ഈക്വൽ ആയിരിക്കണം. രണ്ടും നോക്കുമ്പോൾ ഇത് ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണ്, ഈ ഒരു ഭാഗം അല്ലേ, അതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ ട്രൂ എന്ന് പറയാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 5 ഡബിൾ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണത് ഈ 5 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൂ എഴുതാം അല്ലെങ്കിൽ ഫോൾസ് എഴുതാം. ഇവിടെ നമുക്കറിയാലോ രണ്ടും ഡിഫറെൻ്റ് ആണ്, സെയിം അല്ല. സോ ആൻസർ വിൽ ബി ഫോൾസ്. ഇവിടെ നമ്മൾ 5 നോട്ട് ഈക്വൽ ടു 2, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോട്ട് ഈക്വൽ ടു പറയും 5 2 അല്ല, കറക്റ്റ് ആണല്ലോ, ട്രൂ ആണ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഈ രണ്ടെണ്ണത്തിൽ കൺഫ്യൂഷൻ വരാം. ഡബിൾ ഈക്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യണം, ലെഫ്റ്റ് സൈഡിലുള്ള കണ്ടൻറ്റും റൈറ്റ് സൈഡിലുള്ള കണ്ടൻറ്റും സെയിം ആണോ. നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ കൊടുക്കുക വിചാരിക്കും, എ ഈക്വൽ ടു 5 പറയുമ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യല്ല ചെയ്യണം, എ എന്നുള്ള വാല്യൂ ഇതിലേക്ക് അസൈൻ ചെയ്യുക ചെയ്യണം. എ ഡബിൾ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യണം എയിലുള്ള വാല്യൂ 5നോട് മാച്ചിങ് ആണോ എന്നാണ്. കാര്യം മനസ്സിലായോ? അതായത് എ ഈക്വൽ ടു 5 എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ, സിംഗിൾ ഈക്വൽ ആണെങ്കിൽ വി ആർ അസൈനിങ് ദ റൈറ്റ് സൈഡ് വാല്യൂ ടു ദ വേരിയബിൾ എ. A double equal to 5 means you are comparing the left side content with the right side content. അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ എയുടെ വാല്യൂ 5നോട് മാച്ചിങ് ആണോ എന്ന്, ആണെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, അത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? So the next one is logical operator. It is very, very, very important. See, under the logical operator you are having and, or, and not. മൂന്നെണ്ണേ ഉള്ളത്, and, or, not. ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഈ ആൻഡിലായാലും ഓറിലായാലും ഈ കണ്ടീഷൻ്റെ ഇങ്ങേപ്പുറം ഒരു കണ്ടീഷൻ ഉണ്ടാവും, ഇതും റൈറ്റ് സൈഡിലും, ലെഫ്റ്റ് സൈഡിലും ഒരു കണ്ടീഷൻ, റൈറ്റ് സൈഡിലും ഒരു കണ്ടീഷൻ ഉണ്ടാവും. ആൻഡിൻ്റെ പ്രത്യേകത ടു ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ദ ആൻഡ് രണ്ടും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ദാറ്റ് മീൻസ് ഇവിടെയും ട്രൂ, അത് റൈറ്റ് സൈഡും ട്രൂ ആണെങ്കിൽ മാത്രമേ റിസൾട്ട് ട്രൂ ആവുന്നുള്ളൂ. ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആയാൽ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാവാം, ഇങ്ങനെ ഇതൊരു റൈറ്റ് സൈഡ് ഫോൾസ് ആയാൽ മൊത്തത്തിൽ ഫോൾസ് ആയി. ഇപ്പം ഈ ലെഫ്റ്റ് സൈഡാണ് ഫോൾസ് ആണെങ്കിലും അത് മൊത്തത്തിൽ ഫോൾസ് ആയി. രണ്ട് ഫോൾസ് വന്നാലും ഫോൾസ്. അതായത് കണ്ടീഷൻ അത്രയേ ഉള്ളൂ. ഇൻ ദ കേസ് ഓഫ് ആൻഡ്, ലെഫ്റ്റ് സൈഡ് കണ്ടീഷൻ ആൻഡ് റൈറ്റ് സൈഡ് കണ്ടീഷൻ ഷുഡ് ബി ട്രൂ. ഇഫ് എനി ഓഫ് ദ കണ്ടീഷൻ ഈസ് ഫോൾസ് മീൻസ് ദ ഹോൾ കണ്ടീഷൻ വിൽ ബി ഫോൾസ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ 5 ഗ്രേറ്റർ ദാൻ 2 കണ്ടീഷൻ ട്രൂ, 5 ഗ്രേറ്റർ ദാൻ 3 അതിലും ട്രൂ ആണ്. സോ ഇൻ ദിസ് കേസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഈസ് ട്രൂ, സോ ദ ഫൈനൽ റിസൾട്ട് വിൽ ബി ട്രൂ ഓൺലി. സപ്പോസ് ഹിയർ ഐ എം പുട്ടിങ് ഇൻസ്റ്റെഡ് ഓഫ് 3 I am putting 8. You can see the left is true but the right is false. The answer will be false, like that. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആൻഡിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, നമുക്ക് മൊത്തത്തിൽ റിസൾട്ട് ട്രൂ ആയിക്കുള്ളൂ. ഇനി ഓറിൻ്റെ കേസാണ് പറയണമെങ്കിൽ, ഓറിൻ്റെ കേസിലും ലെഫ്റ്റിലും ഒരാളുണ്ടാവും, റൈറ്റിലും ഒരാളുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ഓർ ഫോൾസ്, ഫോൾസ് ഓർ ട്രൂ, ട്രൂ ഓർ ട്രൂ, ഫോൾസ് ഓർ ഫോൾസ്, ഇതിൻ്റെ പ്രത്യേകത ഏതെങ്കിലും ഒന്ന് ട്രൂ ആവണമെന്നാണ്. അപ്പോൾ ഇതും ട്രൂ ആയിരിക്കും, ഇതും ട്രൂ ആയിരിക്കും, ഇതും ട്രൂ ആയിരിക്കും. ഇതാണ് ഫോൾസ് ആയിട്ട് വരുള്ളൂ. കാരണം ഈ എല്ലാത്തിലും ഒരു ട്രൂ എങ്കിലും വരുന്നുണ്ട്, ഒന്ന് മിനിമം ഒന്നെങ്കിലും വരണം. അപ്പോൾ ഇവിടെ ഇത് ട്രൂ ആണ്, ഇത് ഫോൾസ് ആണ്, പക്ഷേ ഹോൾ റിസൾട്ട് വിൽ ബി ഫോൾസ് അല്ല, ട്രൂ ആണ്. അതായത് ഇതും ട്രൂ ഇതും ഫോൾസ് ആയതുകൊണ്ട് ഒരു ട്രൂ വന്നാൽ, ഒന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ട്രൂ എങ്കിലും വരികയാണെങ്കിൽ ഹോൾ റിസൾട്ട് വിൽ ബി നോട്ട് ഫോൾസ്, ഇറ്റ് ഈസ് ട്രൂ. ഓക്കെ, ട്രൂ ആണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഓറിൻ്റെ പ്രത്യേകത മനസ്സിലായില്ലേ? ആൻഡിൻ്റെ കേസിൽ if any of the condition is false means the whole result will be false. Or in the case if any of the condition is true means the whole result will be true. Hope it is clear, right? Last the case not. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നോട്ട് പറയുമ്പോൾ ട്രൂ ആണെങ്കിൽ അത് ഫോൾസ് ആയിട്ട് മാറും, ഫോൾസ് ആണെങ്കിൽ അത് ട്രൂ ആയിട്ട് മാറും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ യു ക്യാൻ സീ വൺ എക്സാമ്പിൾ, നോട്ട് 5 ഗ്രേറ്റർ ദാൻ 2. നിങ്ങൾക്ക് അറിയാം 5 ഗ്രേറ്റർ ദാൻ 2 എന്നുള്ള കണ്ടീഷൻ ട്രൂ ആണല്ലേ, പക്ഷേ ഇതിന് മുമ്പിൽ എന്താ വന്നിരിക്കുന്നത്? നോട്ട്.
So not true means answer will be false. അങ്ങനെ ഇനി for example another example, let me give you another example. Not 5 greater than 8. നിങ്ങൾക്കറിയാം 5 greater than 8 എന്നുള്ള കണ്ടീഷൻ false ആണ്. പക്ഷേ അതിന് മുമ്പിൽ എന്താ വന്നിരിക്കുന്നത്? നോട്ട് അല്ലേ. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി ട്രൂ. അങ്ങനെ. സോ ടെൽ മീ വിച്ച് ആർ ദ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്? ആൻഡ് ഓർ നോട്ട്. നോട്ട് മീൻസ് ട്രൂ വിൽ ബിക്കം false, false will become true. And means if any of the conditions is false means the whole result will be false. Or means if any of the condition is true means the whole result will be true. Okay, hope it is clear, right? And നമുക്ക് ഇനിയും ഒരു 3 ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ആക്ച്വലി, ബട്ട് വി ക്യാൻ ലേൺ ലേറ്റർ ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്. പ്രോഗ്രാമിൻ്റെ ഇടയിൽ വരികയാണെങ്കിൽ മാത്രം നമുക്കത് അപ്പം പറയാം കേട്ടോ. പിന്നെ വേറൊരു കേസ്, ആക്ച്വലി വി ആർ ഹാവിങ് 1 more chapter regarding the networking and it is fully theory based and you have to expect only 1 mark question from that chapter. അതായത് ലെങ്തി ക്വസ്റ്റ്യൻസ് അല്ല ചോദിക്കുക, 1 മാർക്കിൽ വരുന്ന അബ്രീവേഷൻസ്, ഡെഫിനിഷൻസ് അങ്ങനെയുള്ളതാണ്. അത് നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടുന്ന ഒരു മനസ്സിലാക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. നമ്മളെ നെറ്റ്വർക്ക്, ലാന്, മാന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. സോ ഫോർ ദാറ്റ് ചാപ്റ്റർ യു ഹാവ് ടു സ്റ്റഡി യുവർ സെൽഫ്. ആൻഡ് what I will do is ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ ടോപ്പിക്ക് പഠിക്കാനായിട്ട് തരാം. അത് അന്നന്ന് തന്നെ, അതായത് പിറ്റേന്നേക്ക് വെക്കാതെ കുറച്ച് തരുന്നുള്ളൂ, അത് അങ്ങോട്ട് ഫിനിഷാക്കുക എന്നുള്ള കാര്യം ചെയ്യാം കേട്ടോ. അത് പേജ് നമ്പർ മാത്രമേ ഞാൻ മെൻഷൻ ചെയ്യുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സോ what you have to do is you have to study those topics regularly. Okay, and no need to write the notes for that, just mark it in your textbook itself, that is enough. കാരണം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം ആ ഒരു ചാപ്റ്ററിൽ നിന്ന് 1 mark ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതല്ലാത്ത ഡെഫിനിഷൻസ്, അബ്രിവിയേഷൻസ് അതെല്ലാം നിങ്ങൾ തനിയെ നിങ്ങളെ ടെക്സ്റ്റ് വായിച്ച് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.